guys, welcome to the channel VIDS. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കിടിലാണ് ഓർക്കിഡ് ഹാങ്ങിങ് പോട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നല്ല ഗേജുള്ള മെഷാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇത് കോട്ടഡ് ആണ്, നല്ല കട്ടി കൂടിയ മെഷാണ്. കാരണം നമ്മൾ അൺകോട്ടഡ് മെഷ് എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം വീണ് തുരുമ്പ് തിന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കോട്ടഡ് മെഷാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് കമ്പിയാണ്, അതായത് കോപ്പർ വയർ. ഇതും കോട്ടഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തായി നമ്മൾ എടുത്തിരിക്കുന്ന മെഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോപ്പർ വയറും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കാരണം ഈ നീളം നമുക്ക് മതിയാവും നമ്മൾ ഫുൾ പോട്ട് ടൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെഷ് നമുക്ക് രണ്ട് സൈഡും ചേർത്ത് ബെൻഡ് ചെയ്ത് ഈ രീതിയിലാക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോപ്പർ വയർ എടുത്ത് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നിങ്ങൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊളുത്തി പിരിച്ച് വെച്ചതിന് ശേഷം കട്ടിംഗ് ലെയർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൈ ചെയ്ത് കൊടുത്തത് ഈ രീതിയിലാണ്. നമ്മൾ 6 സൈഡിലാണ് നമ്മൾ ടൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്ലിയർ കട്ടിൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ പോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മെഷിനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിതൊരു ബേസ് ഉണ്ടാക്കാനാണ് നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ആദ്യം ഉണ്ടാക്കിയ റൗണ്ട് ഷേപ്പിന് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ 4 സൈഡ്സും ട്രയാങ്കിൾ ഷേപ്പിൽ മേലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിവിടെ റൗണ്ട് ഷേപ്പിൽ ബേസ്മെൻറ്റ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മളിവിടെ ഗേജ് കൂടിയ മെഷീൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ട്രിക്ക് യൂസ് ചെയ്ത് ഇതിൻ്റെ 4 എഡ്ജസും ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, മേലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടൈ ചെയ്തും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ 4 സൈഡ്സും മേലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ കൊളുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കാം. അതിന് ശേഷം നിങ്ങൾ കട്ടിംഗ് പ്ലെയർ എടുത്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പോട്ടിന് 4 സൈഡും നമ്മളിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേസും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബേസ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളിവിടെ 2 അളവിലാണ് പോട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വലിയ സൈസും 2 ചെറിയ സൈസുമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള സൈസിലും നിങ്ങൾക്ക് ഇത് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാങ് ചെയ്യാനുള്ള കോപ്പർ വയർ. അപ്പോൾ ഇത് ഹാങ് ചെയ്യാനുള്ള കോപ്പർ വയർ നമ്മൾ നീളത്തിലൊരു കോപ്പർ വയർ എടുത്തിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് ഈ രീതിയിൽ നമ്മൾ ആക്കണം. അതിനുശേഷം നമ്മൾ 4 സൈഡാണ് ഇതിൻ്റെ ടൈ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ വെറും 2 സൈഡ് മാത്രം ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോട്ട നമുക്ക് ഇംബാലൻസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 4 സൈഡാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തു വെക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ടൈ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത രണ്ട് സൈഡും കൂടെ നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 4 സൈഡും ടൈ ചെയ്ത് കൊടുത്തു. പോട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. നമ്മൾ വേണം രണ്ട് സൈഡ് മാത്രം ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഇംബാലൻസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ 4 സൈഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് ഹാങ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് റെയർ വിഡ്സ്. There's no going back.